എല്ലാവർക്കും വിഷൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നേത്ര പ്ലസ് ആപ്ലിക്കേഷൻ്റെ ട്യൂട്ടോറിയൽ സീരീസിലെ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ടോക്കിംഗ് ക്ലോക്ക് ആൻഡ് അലാം ആൻഡ് ടോക്കിംഗ് കാൽക്കുലേറ്റർ ഫീച്ചേഴ്സ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ അബൌട്ട് പേജിൽ കൊടുത്തേക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഗ്രൂപ്പ്, നമ്മുടെ വാട്സപ്പ് ചാനൽ, ടെലിഗ്രാം ചാനൽ എല്ലാത്തിൻ്റെയും ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ നമ്മൾ ഏത് നിങ്ങൾക്ക് വേണമോ അതിൽ കയറി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, ജോയിൻ ചെയ്യാം, ഒക്കെ നിങ്ങൾ സെറ്റാക്കുക. നമ്മുടെ ഈ നേത്ര പ്ലസ് ആപ്ലിക്കേഷൻ ഒരുപാട് ഫീച്ചേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിലവിൽ ഇത് 1.4ലേക്കാണ്. നിങ്ങൾ ഈ വീഡിയോ ഇട്ട ഡേറ്റ് കൃത്യമായിട്ട് നോക്കുക. ഈ ഒരു സമയത്ത് 1.4 വെർഷനിലേക്ക് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അടുത്ത അപ്ഡേഷൻ വന്നാൽ നമ്മൾ ഈ ഒരു പ്ലേലിസ്റ്റ്, നമ്മുടെ നേത്ര പ്ലസിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട് നമ്മുടെ ചാനലിൽ. എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ ആപ്ലിക്കേഷൻ്റെ എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും നമ്മൾ അതിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക. ഇപ്പോൾ 1.4ലാണുള്ളത്. ഇതിൽ ഒരു ഫീച്ചർ ഇതിൽ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, യെസ്, ഇതാണ് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. ടെക്സ്റ്റ് ടു ഫയൽ എന്ന ഓപ്ഷനിൽ നിന്നും തൊട്ട് അടുത്തായിട്ട് നേത്ര ലിങ്ക് സേവർ പ്രോ എന്ന് പറയുന്ന പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതൊരു പുതിയ ഓപ്ഷനാണ്. ഇനി ഓപ്ഷൻസ് ഇതിൽ വരാനുണ്ട്. എല്ലാം വരുമ്പോൾ അടുത്ത അപ്ഡേറ്റിലായിരിക്കും എല്ലാം വരുന്നത്. ഒരു ഡോക്യുമെൻറ്റ് സ്കാനർ, പിന്നെ നേത്ര ഒരു ലേബൽ, അങ്ങനെ ഒരു 2 ഫീച്ചേഴ്സിന് വരാനുണ്ട്. അത് വരുന്ന മുറയ്ക്ക് നമ്മൾ വീഡിയോസ് ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. ഈ ഒരു ലിങ്ക് സേവർ സിമ്പിളാണ്. എന്തായാലും നമ്മളതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളത് ഉൾപ്പെടുത്തുന്നില്ല. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബാറ്ററി അനൗൺസ്മെൻറ്റ് ആൻഡ് നമ്മളിന്ന് വോയിസ് റിമൈൻഡർ, ഈ 2 ഫീച്ചേഴ്സാണ് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ഇവിടെ നമുക്ക് വോയിസ് റിമൈൻഡർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകാം. വോയിസ് റിമൈൻഡർ ആണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. വോയിസ് റിമൈൻഡറിലേക്ക് ഓക്കെ, അത് കാര്യമാക്കേണ്ട. അത് ഞാൻ ബാറ്ററി അനൗൺസ്മെൻറ്റ് സെറ്റാക്കിയതാണ്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് അത് എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ നേരെ റിമൈൻഡറിൽ കയറിയിട്ടുണ്ട്. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ റിമൈൻഡ് ചെയ്യുക, നമ്മൾ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് റിമൈൻഡറിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ റിമൈൻഡർ സെറ്റ് ചെയ്യാൻ സെറ്റാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിൽ റിമൈൻഡർ സെറ്റാക്കിയിട്ട് അത് നമ്മൾ കളയുന്ന വിധമാണ്. ഇതിൽ നമ്മൾ റിമൈൻഡർ സെറ്റാക്കി കഴിഞ്ഞാൽ റിമൈൻഡർ ചെയ്യുമ്പോൾ, ഇപ്പോൾ 4 മണിക്ക് ഞാൻ റിമൈൻഡർ വെച്ചു, 4 മണിക്ക് റിമൈൻഡർ ഓപ്പൺ ആവുന്ന സമയത്ത് ഫോൺ ജസ്റ്റ് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി റിമൈൻഡർ സ്റ്റോപ്പ് ആകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു അലാറം അല്ല, റിമൈൻഡറാണ്. അലാറം ഇപ്പോൾ എവരി 5% ഒക്കെ 5 മിനിറ്റ്സ് ഒക്കെ ഇങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല. ഇതൊരു തവണ വരും, നമ്മളത് ഷെയ്ക്ക് ചെയ്യുന്നതോടുകൂടി അത് കഴിയും. ഇതാണ് റിമൈൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിമൈൻഡർ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ നമുക്ക് വീഡിയോയിൽ പോവാം. വോയിസ് റിമൈൻഡർ ഉണ്ട്. ജസ്റ്റ് റൈറ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ സെലക്റ്റഡ് അവർ, ഇതൊരു കോളനാണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് കാര്യമില്ല. കോളൻ, സെലക്റ്റഡ് മിനിറ്റ്, സെലക്റ്റഡ് AM or PM, ഇത്രയും ഓപ്ഷൻസ് അവിടെ കാണിക്കുന്നുണ്ട്. അതൊന്നും നോക്കണ്ട, അതൊക്കെ ഹെഡിങ് ആണെന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അത് അടുത്തൊരു ടാപ്പ് ടു ചേഞ്ച്, അതും നോക്കണ്ട. ഇവിടെ സെറ്റ് അവർ എന്നൊരു ബട്ടൺ കിട്ടും, അതിൽ ക്ലിക്ക് ചെയ്ത് സെറ്റ് അവറിൽ ക്ലിക്ക് ചെയ്ത് 1 മുതൽ 12 വരെയുള്ള നമ്പേഴ്സ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഏത് മണിക്കൂറിലുള്ളതാണ് വേണ്ടത് അത് കൊടുക്കുക. ഇതൊരിക്കലും റെയിൽവേ ടൈമിലല്ലാട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 1 മുതൽ 12 വരെയുള്ള ഏത് വേണമെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 4 കൊടുക്കുകയാണ്. ഇവിടെ ഇത് നമ്മൾ സാധാ പോലെ തന്നെയാണ്. 1 അവിടെ സ്വൈപ്പ് ചെയ്ത് 2, 2, 3, 4, 5 അങ്ങനെ നമുക്ക് 12 വരെ ഓർഡറിൽ പോകാൻ വേണ്ടി സാധിക്കും. ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആണോ, ഇതുപോലെ റൈറ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ 4, 5 അങ്ങനെ 12 വരെ പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ 4ലോട്ട് പോവാണ്. ഞാനത് ഡബിൾ ടാപ്പ് ചെയ്യാം. അത് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് സെലക്ട് മിനിറ്റ് എന്ന് പറയുന്ന ഒരു വിൻഡോയിലോട്ടാണ്. ഈ സെലക്ട് മിനിറ്റ് വിൻഡോയിൽ 00 മുതൽ 59 വരെയുള്ള ടൈംസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ 00ലാണ് കിടക്കണേ. റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ 01, 02, 03 അങ്ങനെ 59 അങ്ങനെ വരെ അവിടെ കിടക്കുന്നുണ്ടാവും. അതിൽ വേണ്ട മിനിറ്റ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ 00 കൊടുക്കുന്നത്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്റ്റഡ് AM or PM എന്ന് പറയുന്ന ടോഗിളിലോട്ടാണ് നേരെ പോകുന്നത്. അവിടെ AM വേണോ PM വേണോ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ PM ആണ്. ഞാൻ ജസ്റ്റ് PM കൊടുക്കുന്നു. ഓക്കെ,
PM കൊടുക്കുന്നതോടുകൂടി ഇവിടെ സെറ്റായി. നേരെ നമ്മൾ ബാക്ക് വിൻഡോയിലോട്ടാണ് വരുന്നത്. ഇപ്പോൾ എന്തായിട്ടുണ്ട്, ഇവിടെ നമ്മുടെ റിമൈൻഡർ 4 മണിക്ക് സെറ്റായിട്ടുണ്ട്. അതായത് റിമൈൻഡർ ഇപ്പോൾ സെറ്റായിട്ടില്ല, ഇത് അവർ അതൊക്കെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സ്വൈപ്പ് ചെയ്യുന്നു. സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. സ്റ്റെപ്പ് 1-ൽ റെക്കോർഡ് വോയിസ് ബട്ടൺ എന്ന് പറയുന്ന ഒരു ബട്ടണാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാണ്. ഹായ്, നിനക്ക് വെള്ളം കുടിക്കാനുള്ള സമയമായി. അങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ ടൈമിന് ഇങ്ങനെ ഇത് അലാറത്തിൻ്റെ കൂടെ ഹായ്, നിനക്ക് വെള്ളം കുടിക്കാനുള്ള സമയമായി എന്നുള്ള എൻ്റെ ശബ്ദം തന്നെ തിരിച്ച് കേൾക്കാൻ പറ്റും. ഇതൊരു വളരെ മികച്ചൊരു ഫീച്ചറാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം. അവിടെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെറ്റ് എന്ന് പറയുന്ന ബട്ടൺ കിട്ടും. ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം സ്ക്രീൻ റെക്കോർഡിങ്ങിലായതുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും റൈറ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ അവിടെ നോ വോയിസ് റെക്കോർഡഡ് എന്നാണ് പറയുന്നത്. ഇതിൽ റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് പറ്റിയത്. പക്ഷേ നിലവിൽ എൻ്റെ കയ്യിൽ റെക്കോർഡ് ചെയ്ത വോയിസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നോ വോയിസ് റെക്കോർഡഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വോയിസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അടുത്ത താഴെ ടൈപ്പ് ചെയ്ത് എന്താണ് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടി സാധിക്കും. ഇത് 1.2-ൽ വന്നിട്ടുള്ളൊരു ഫീച്ചറാണ് കേട്ടോ ഈ വോയിസ് റിമൈൻഡറിൻ്റെ. ഇപ്പോൾ 1.4 വെർഷനിലേക്ക് എത്തിയിട്ടുണ്ട്. കുറേ അപ്ഡേഷൻസും കുറേ കാര്യങ്ങൾ ഈ ഒരു ഫീച്ചറിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈസി ഡ്രിങ്ക് വാട്ടർ എന്ന് പറയുന്നൊരു എഡിറ്റ് ബോക്സിലാണ് ഇപ്പോൾ വന്ന് കിടക്കുന്നത്. അതായത് വെള്ളം കുടിക്കും എന്നുള്ള രീതിയിൽ എക്സാമ്പിളായിട്ട് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. പക്ഷേ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ക്ലിയർ ആവും. പിന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്റ്റഡി ടൈം അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെന്നുള്ളത് അവിടെ റിമൈൻഡറിൽ എന്ത് പറയണമെന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത് വീണ്ടും റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ ഡിക്റ്റേറ്റ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കിട്ടും. അത് ക്ലിക്ക് ചെയ്തിട്ട് മാത്രം അത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്ത് മെസ്സേജ് ആണോ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് അതവിടെ ഡിക്റ്റേറ്റ് മെസ്സേജ് അവിടെ കൊടുക്കുക. ഓക്കെ, വീണ്ടും സ്വൈപ്പ് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെയാണ് റിമൈൻഡർ ഷെയ്ക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള ഒരു സംഭവം പറയുന്നത്. അതിനും താഴെ കൺഫേം ആൻഡ് ആക്ടിവേറ്റ് എന്നൊരു ബട്ടൺ കിട്ടും. ഇതിൽ കൂടി ഡബിൾ ടാപ്പ് ചെയ്യുന്നതോട് കൂടിയാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ റിമൈൻഡർ ആക്ടിവേറ്റ് ആകുന്നത്. ഞാൻ അതിൽ ഡബിൾ ടാപ്പ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ റിമൈൻഡർ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പോപ്പപ്പ് വരുന്നു. എന്നോട് പറയുന്നത് റിമൈൻഡർ സെറ്റ് ആക്കിയിട്ടുണ്ട്, അത് ഇനി 9 മിനിറ്റ് കഴിയുമ്പോഴാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഓക്കെ ഉണ്ട്, ഒരു ഓക്കെ ബട്ടൺ ഉണ്ട്, അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ റിമൈൻഡർ ഇവിടെ സെറ്റായി. ഇനി നിങ്ങൾക്ക് റിമൈൻഡർ കളയാനൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ് ഈ കൺഫേം ആൻഡ് ആക്ടിവേറ്റ് എന്നും വീണ്ടും റൈറ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ യുവർ അലേർട്ട്സ് എന്ന് പറയുന്നൊരു സെക്ഷൻ അവിടെ 4:00 PM എന്നുള്ള ഒരു റിമൈൻഡർ കാണാൻ പറ്റും. വീണ്ടും സ്വൈപ്പ് ചെയ്യുമ്പോൾ ഡിലീറ്റ് അലാം എന്നൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനും വേണ്ടി സാധിക്കും. ഓക്കെ, ഞാൻ എന്തായാലും ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് കാണിച്ചത് മാത്രം. ഇത്ര മാത്രമാണ് നമ്മുടെ വോയിസ്, നമ്മുടെ എന്തിലുള്ളത്, നമ്മുടെ വോയിസ് റിമൈൻഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇത്രമാത്രം ഫീച്ചേഴ്സാണ് ഉള്ളത്. നമുക്കിനി നേരെ ബാറ്ററി അനൗൺസ്മെൻറ്റിലോട്ട് പോകാം. ബാറ്ററി അനൗൺസറിലോട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം, മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ് ഗൈസ്. ബാറ്ററി അനൗൺസ്മെന്റ് എന്ന ഹെഡിങ് ഓൺ എനേബിൾ ബാറ്ററി അലേർട്ട്സ് എന്ന് പറയുന്ന ബട്ടനാണ്. അതൊരു ടോഗിളാണ്. ഓൺ ചെയ്ത് വെച്ചാൽ മാത്രമേ ഇത് എപ്പോഴും ഓണായി കിടക്കണം, എന്നാൽ മാത്രമേ ബാറ്ററി അനൗൺസ്മെൻ്റ് ആയിട്ടുള്ള എല്ലാവിധ സംഭവങ്ങളും നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് ഒരു പെർമിഷൻ കൊടുക്കേണ്ടതുണ്ട്. ഏറ്റവും താഴേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇഗ്നോർ ഒപ്റ്റിമൈസേഷൻ അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. അവിടെ എൻ്റെത് സെറ്റായിട്ട് കിടക്കുകയാണ്. നിങ്ങൾ അവിടെ എവിടെയാണ് ഉണ്ടാവുക വെച്ചാൽ ഒരു വാർണിംഗ് എന്ന് ഒരു ഹെഡിങ്ങിന് താഴെയാണ് ഈ ഒരു ഇഗ്നോർ ഒപ്റ്റിമൈസേഷൻ എന്നൊരു ഇതുണ്ടാവുക. അതിൽ നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പ് ലിസ്റ്റിലോട്ടായിരിക്കും പോവുക. അവിടെ ചില ആപ്ലിക്കേഷനൊക്കെ ടിക്കായി കിടക്കുന്നുണ്ടാവും, ഓഫായി കിടക്കുന്നുണ്ടാവും. അത് ഓൺ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ നേത്ര പ്ലസ് അതിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തി ജസ്റ്റ് അത് ഓൺ ചെയ്ത് കൊടുക്കുക, എന്നാൽ മാത്രമേ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ബാറ്ററി അനൗൺസ്മെൻ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് പണിപ്പാളും. ഓക്കെ, അപ്പോൾ നമ്മൾ എനേബിൾ ചെയ്താൽ
Enable battery alerts. ബാറ്ററി അലേർട്സ് ഓൺ ചെയ്യണമെന്നാണ് പറഞ്ഞത്. വീണ്ടും സ്വൈപ്പ് Announce ചെയ്യുമ്പോൾ level. Charger status. അടുത്തത് അനൗൺസ്മെൻറ്റ് ലെവൽ, ചാർജിങ് സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും നോക്കണ്ട. നേരെ റൈറ്റ് സൈഡ് ചെയ്യാണ്. Charger connected. ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. ഓഫ് സ്വിച്ച് ചാർജർ കണക്റ്റഡ് എന്ന് പറയുന്നൊരു ബട്ടണാണ്. ഇതൊരു ടോഗിളാണ്. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആവും. ഇതെന്താണെന്ന് വെച്ചാൽ ചാർജ് ചെയ്യാൻ നമ്മൾ ചാർജിൽ കുത്തുന്ന സമയത്ത് ചാർജിങ് സ്റ്റാർട്ടഡ്, ബാറ്ററി ലെവൽ അറ്റ് 30% അങ്ങനെ പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. ശരിക്കും നമുക്ക് ഇതിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം നമ്മൾ സ്ക്രീൻ റീഡർ യൂസേഴ്സ് ചിലപ്പോൾ സ്ക്രീൻ റീഡറോട് കൂടിയല്ലേ ചാർജിൽ വെക്കുക. അപ്പോൾ എന്തായാലും അത് ഓൾറെഡി അനൗൺസ് ചെയ്യും. കാര്യമില്ല. നമ്മൾ വീണ്ടും റൈറ്റ് സ്വൈപ്പ് ചെയ്യുന്നു. Charger disconnected. ഓൺ സ്വിച്ച് ചാർജർ ഡിസ്കണക്റ്റഡ്. ഞാൻ ഓൺ ചെയ്ത് വെച്ചേക്കുവാണത് ചാർജർ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ അനൗൺസ് ചെയ്യാൻ. ഇത് എനിക്ക് ഉപകാരപ്പെടുന്നത് ഞാൻ ചില സമയത്ത് ചാർജ് എന്ത് ചെയ്യാറില്ല, ചാർജ് ടോക്ക് ബാക്ക് ഓഫ് ചെയ്തിട്ട് ചാർജ് വെക്കുകയാണ്. അപ്പോൾ തിരിച്ചെടുക്കുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആയെന്നൊക്കെ അറിയാൻ വേണ്ടി സാധിക്കും. ചാർജിങ് എന്താ ഓൺ ചാർജർ ഡിസ്കണക്റ്റഡ്. അപ്പോൾ ചാർജിങ് സ്റ്റോപ്പ്, ബാറ്ററി ലെവൽ അറ്റ് 90% അങ്ങനെ പറയും. ഓക്കെ, വീണ്ടും റൈറ്റ് സ്വൈപ്പ് ചെയ്യുന്നു. അടുത്തത് അനൗൺസ്മെന്റ് ഇന്റർവൽ എന്ന് പറയുന്ന ഹെഡിങ്ങിന് താഴെയുള്ള ഓപ്ഷൻസ് ആണ്. നിങ്ങളുടെ ബാറ്ററി എവറി 20% അനൗൺസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണിത്. ഓക്കെ, ഓക്കെ, ഇവിടെ എവറി 20% അനൗൺസ് ചെയ്യുന്ന ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബാറ്ററി ഈ ഓരോ 20% കുറയുന്നതിനനുസരിച്ച് ഇവിടെ അനൗൺസ് ചെയ്യും. ഇത് ഒരു ഡ്രോപ്പ് ഡൗൺ ആണ്. 20%, 5 മുതൽ 25% വരെ ഏത് ശതമാനം വേണം നമുക്ക് സെലക്ട് ചെയ്യാം. 5, 10, 15, 20, 25 കാണിച്ചു തരാം. ഇതൊരു ഡ്രോപ്പ് ഡൗൺ ആണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ double tap this every 10%, every 5%, every 5%, every 10%, every 15%, every 20%, every 25%. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ ഒരു സേവ് ബട്ടൺ കിട്ടും. ഇതിൽ സേവ് നിർബന്ധമായിട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ അത് വർക്ക് ചെയ്യുകയുള്ളൂ. ഇത് സേവ് ചെയ്യുമ്പോൾ ലോ ബാറ്ററി വാർണിംഗ്, നിങ്ങളുടെ ബാറ്ററി ഏറ്റവും കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര ശതമാനം ആകുമ്പോൾ അനൗൺസ്മെന്റ് വരണമെന്നുള്ളതാണ്. ഞാനത് 15 കൊടുത്തേക്കുവാണ്. അവിടെ 5%, 10%, 15%, 20%, 25%, 30%, 35%. ഇത്രയും 45 മുതൽ 50 വരെയുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിന് നമ്മൾ റൈറ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരു സേവ് ബട്ടൺ കിട്ടും. അത് സേവ് ചെയ്യുന്നതോടുകൂടിയാണ് അതും ആക്ടിവേറ്റ് ആവുക. ഓക്കെ, അടുത്തത് ചാർജ് അലേർട്ടാണ്. ചാർജ് ഫുൾ ആയി കഴിഞ്ഞാൽ അലേർട്ട് എപ്പോൾ വേണമെന്ന്, എത്ര ചാർജ് ആയി കഴിഞ്ഞാൽ അലേർട്ട് വേണമെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ 80% എടുക്കാം, കുത്തി വെക്കുമ്പോൾ 80% എടുക്കാം എന്നുള്ള രീതിയിലൊക്കെ വെക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ 100 കൊടുത്തേക്കണേ. അതൊരു ഡ്രോപ്പ് ഡൗൺ ആണ്. 80%, 85%, 90%, 95%, 100%, ഇങ്ങനെ 5 ഓപ്ഷനാണ് അവിടെ ഉള്ളത്. അതിൽ ഏത് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യുക, റൈറ്റ് സ്വൈപ്പ് ചെയ്ത് സേവ് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും റൈറ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇത്രയും നിങ്ങൾ സേവ് ഒക്കെ കൊടുത്തിട്ട് ഏറ്റവും മുകളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ഇല്ലേ, ഈ ഒരു ചാർജർ കണക്റ്റഡ് ഈ ഒരു എനേബിൾ ബാറ്ററി അലേർട്സ് എന്നൊരു ഓപ്ഷൻ ഇല്ലേ, അത് ഓണും. നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാത്തിൻ്റെയും റൈറ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ സേവും ഉറപ്പ് വരുത്തിയാൽ നിങ്ങളുടെ ബാറ്ററി അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൽ പറയാനുള്ളത്. അടുത്തത് ഇതിൻ്റെ ഏറ്റവും താഴെ സ്പീക്ക് കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ സ്പീക്ക് കറണ്ട് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര ശതമാനം ചാർജ് ഉണ്ടെന്ന് പറയും. അതേ ഉള്ളൂ, അതാണ് അതിൽ പറയുന്നത്. അതിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ ഇപ്പോൾ ഫോണിൽ എത്ര ശതമാനം ചാർജ് ഉണ്ടെന്ന് പറയും. ഓക്കെ, അതിനുശേഷം വാർണിംഗ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒപ്റ്റിമൈസേഷൻ്റെ കാര്യം, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതും കൂടി ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയ രണ്ട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നേത്ര പ്ലസിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് പരിചയപ്പെടുത്തുന്ന വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കിതിൽ ഏത് ഫീച്ചേഴ്സാണ് പെട്ടെന്ന് അറിയേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ നമ്മുടെ ചാനൽ അബൌട്ട് പേജിൽ നോക്കിയിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കുകളൊക്കെ അവിടെയുണ്ട്. നിലവിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ്
കമൻറ്റിലൊന്നും ലിങ്ക് തരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ ഗൈസ്.